പിടിച്ചിടുന്ന എന്റെ ദൈവമുന്നതൻ. Thank you, Jesus. ഒന്നു ഞാൻ അറിഞ്ഞിടും, ഒന്നു ഞാൻ ഉറയ്ക്കുന്നു. അറിഞ്ഞിടുന്നു, ഒന്നു ഞാൻ ഉറയ്ക്കുന്നു. എൻ കരം പിടിച്ചിടുന്ന എന്റെ ദൈവം ഉന്നതൻ. എന്റെ ദൈവമുന്നതൻ. ഒരു പ്രാവശ്യം കൂടെ ഒന്നു ഞാൻ അറിഞ്ഞിടുന്നു, ചേർന്ന് പാടാമോ പ്രിയരെ? ഒന്നു ഞാൻ ഉറയ്ക്കുന്നു. എൻ കരം പിടിച്ചിടുന്ന എന്റെ ദൈവമുന്നതൻ. എബ്രായർക്ക് എഴുതിയ ലേഖനം 10-ാം അധ്യായത്തിന്റെ 38-ാമത്തെ വാക്യം. എന്നാൽ എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. പിന്മാറുന്നു എങ്കിൽ എൻ്റെ ഉള്ളത്തിന് അവനിൽ പ്രസാദമില്ല. ജീവവചനത്തിന്റെ പ്രഭാത ധ്യാന ചിന്തയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. ഏകീഭാവവും ജീവിത വിജയവും എന്ന ഒരു വിഷയമാണ് നാം ചിന്തിക്കുന്നത്. കുടപ്പിറപ്പുകളെ, വിജയകരമായ ഒരു ജീവിത നിലവാരത്തിന്റെ അടിസ്ഥാനം വിശ്വാസമാണെന്നും വിശ്വാസത്താൽ ഒരു ദൈവ പൈതലിന് സകലതും സാധ്യമാകുമെന്നും ദൈവജനം തിരിച്ചറിയേണ്ടതിനു വേണ്ടി ലേഖനകർത്താവ് ഹബക്കുക്ക് പ്രവാചകന്റെ പുസ്തകത്തെ ഉദ്ധരിച്ച് ഓർപ്പിക്കുന്നു. ദൈവത്തിൻ്റെ മക്കൾ ദൈവകൃപയാലും ദൈവകരുണയാലും ദൈവത്തിലുള്ള വിശ്വാസത്താലുമാണ് ജീവിതം നയിക്കുന്നത്. ഒരു ഉറച്ച വിശ്വാസിക്ക് കാണാത്ത കാര്യങ്ങളിലുള്ള വിശ്വാസവും കാണപ്പെടാത്ത ദൈവത്തിലുള്ള ആശ്രയവും ആവശ്യമാണ്. അതവനെ ജീവിത വിജയം കൈവരിക്കുവാൻ പ്രാപ്തനാക്കും. പ്രിയരെ, വിജയം ആഗ്രഹിക്കുന്നവരാണ് എല്ലാവരും. നിങ്ങളുടെ ജീവിതത്തിലും നിങ്ങൾ വിജയം ആഗ്രഹിക്കുന്നില്ലേ? ഇന്ന് പകലത്തെ നിങ്ങളുടെ ജീവിതം വിജയിക്കണം, ഞാൻ ചെയ്യുന്ന പ്രവൃത്തി സാധ്യമാകണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നവരാണല്ലോ. അപ്പോൾ നാം എന്താണ് ആ ജീവിത വിജയത്തിന് ചെയ്യേണ്ടത്? സ്വന്തം ശക്തിയാൽ ആർക്കും വിജയം സാധ്യമല്ലതാനും. ഒരു ദൈവപൈതലിന് വിജയം ദൈവം ദാനം ചെയ്യുന്നതാണ്. രക്ഷിക്കപ്പെട്ട ഒരു ദൈവപൈതൽ ആത്മാവിൽ പുതിയ ജീവിതം ആരംഭിച്ചവനാണ്. അവനെ വിജയത്തിലേക്ക് നയിക്കുന്നത് ദൈവമാണ്. അത് ലഭിക്കുന്നതോ വിശ്വാസത്താലാണ്. വിജയം നാം ആരും നേടിയെടുത്തതല്ല, നമ്മുടെ രക്ഷിതാവായ കർത്താവ് നമ്മിൽ ചെയ്യുന്ന പ്രവൃത്തിയാണ്. പൗലോസ് അപ്പോസ്തലൻ അതിനെക്കുറിച്ച് വ്യക്തമായി മനസ്സിലാക്കി സാക്ഷിച്ചത് ഇങ്ങനെയാണ്: എൻ്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നു. പ്രിയരെ, തൻ്റെ ജീവിതം പരാജയമാകരുത് എന്ന് ആഗ്രഹിച്ചവനോട് ദൈവം പറഞ്ഞത് ഈ ഉറപ്പാണ്: ഞാൻ നിനക്ക് വിജയം നൽകും. നമ്മുടെ ജീവിതത്തിൽ വിജയം നേടുന്നതിനായി നമ്മുടെ ബലഹീനതകളെ, നമ്മുടെ നിസ്സഹായതകളെ ഒക്കെ നാം ഏറ്റുപറയുകയും ക്രിസ്തുവേശുവിൻ്റെ നിസ്തുല്യമായ ശക്തിക്ക് വിധേയപ്പെടുത്തി കൊടുക്കുകയും ചെയ്യുമ്പോൾ ക്രിസ്തുവേശു നമുക്ക് വിജയം നൽകുകയും ചെയ്യുകയാണ്. ഒരു പാപി തൻ്റെ പാപം ഏറ്റുപറയുകയും കർത്താവിൽ ആശ്രയിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുമ്പോൾ താൻ അടിമയായിരുന്ന പാപത്തിൻ്റെ മേൽ വിജയം നേടുന്നു. ഇതാണ് വിജയകരമായ ജീവിതാനുഭവം. വിശ്വാസത്താൽ നേടിയ വിജയം നിലനിർത്തപ്പെടേണ്ടതും വിശ്വാസത്താൽ തന്നെയാകണം. നാം വിശ്വാസത്തിൽ ആയിരിക്കുന്നുവെങ്കിൽ നമുക്ക് വേണ്ടി സകലവും നിവർത്തിക്കുവാൻ ദൈവത്തെ നാം അനുവദിക്കുകയാണ് വേണ്ടത്. വിജയം എല്ലാ വിശ്വാസികൾക്കും വാഗ്ദാനം ചെയ്യപ്പെട്ടിരിക്കുന്നതാണ് എന്ന് പൗലോസ് അപ്പോസ്തലൻ ശക്തമായി കൊരിന്ത്യർ ലേഖനം 1-ാമത്തെ ലേഖനത്തിൽ ഓർപ്പിക്കുന്നു. എൻ്റെ ജീവിതം വിജയകരമായിരിക്കണമെങ്കിൽ തകർന്നും നുറുങ്ങിയുമുള്ളൊരു ഹൃദയാവസ്ഥ എനിക്ക് ഉണ്ടായിരിക്കേണ്ടതും ആവശ്യമാണ് എന്നാണ് ദൈവത്തിൻ്റെ വചനം ഓർപ്പിക്കുന്നത്. അപ്രകാരമുള്ള ഒരു ഹൃദയത്തിലെ വിശ്വാസം നിറഞ്ഞിരിക്കുകയുള്ളൂ.
അപ്രകാരമുള്ള ഒരു വ്യക്തിക്ക് മാത്രമേ ക്രിസ്തുവിലുള്ള ആശ്രയം ആക്കുവാൻ കഴിയുകയുള്ളൂ. നോക്കൂ പ്രിയരെ, വിശ്വാസിയുടെ വിജയകരമായ ജീവിതത്തിനുള്ള പ്രമാണം എന്നത് വിശ്വാസത്താൽ എന്നതാണെങ്കിൽ, വിജയകരമായ ജീവിതത്തിൻ്റെ രഹസ്യം ക്രിസ്തുവേശുവിനോടുള്ള ഏകീഭാവം ആണ് എന്ന് മറന്നു പോകരുത്. നാം ക്രിസ്തുവേശുവിനോട് ഏകീഭവിച്ചവരാകണം. പരാജിതനായ പാപി ക്രൂശിതനെ നോക്കി രക്ഷ പ്രാപിച്ച് വിജയിക്കുമ്പോൾ, രക്ഷ എന്ന വിജയം ദാനം ലഭിച്ച വിശ്വാസിയായവൻ രക്ഷകനായ ക്രിസ്തുവിനെ നോക്കി വിജയ ജീവിതത്തിൽ മുന്നോട്ട് നടക്കേണ്ടവനാണ്. അതിന് ക്രിസ്തുവിനോട് ഏകീഭവിച്ചെങ്കിലേ സാധ്യമാകുകയുള്ളൂ. ക്രിസ്തുവിൻ്റെ മരണത്തോടുള്ള ഏകീഭാവം. ഞാൻ ക്രിസ്തുവിനോടുകൂടെ മരിച്ചിരിക്കുന്നു എന്നത്ര റോമാലേഖനം 6-ാം അധ്യായത്തിൻ്റെ 5-ാമത്തെ വാക്യത്തിൽ പൗലോസ് അപ്പോസ്തലൻ ഓർപ്പിക്കുന്നത്. അവൻ്റെ മരണത്തിൻ്റെ സാദൃശ്യത്തോടെ നാം ഏകീഭവിച്ചവരായെങ്കിൽ എന്നാണ് അവിടെ കാണുന്നത്. പ്രിയരെ, വീണ്ടും പൗലോസ് അപ്പോസ്തലൻ ഗലാത്യർക്ക് എഴുതിയ ലേഖനത്തിൽ എഴുതി വച്ചിരിക്കുന്നത്, ഞാൻ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. അവൻ്റെ കൂടെയുള്ള മരണമാണ് സമ്പൂർണ്ണ ഏകീഭാവം എന്നുള്ളതാണ് പൗലോസ് അപ്പോസ്തലൻ അവിടെ വ്യക്തമാക്കി പഠിപ്പിക്കുന്നത്. മനുഷ്യൻ്റെ പാപത്തിൽ നിന്നും അതിൻ്റെ ശക്തിയിൽ നിന്നും എന്നേക്കുമായി വിടുവിക്കുന്നു. റോമർ 6-ാം അധ്യായം 7-ാമത്തെ വാക്യം പഠിക്കുമ്പോൾ വ്യക്തമായി നമുക്ക് ഗ്രഹിക്കാൻ കഴിയുന്ന സത്യം അവിടെയുമുണ്ട്. തുടർന്ന് ക്രിസ്തുവിൻ്റെ അടക്കത്തോടുള്ള ഏകീഭാവം നടക്കണം. ഞാൻ അവനോടുകൂടെ കുഴിച്ചിടപ്പെട്ടു എന്നാണ് റോമാലേഖനം 6-ൽ പൗലോസ് അപ്പോസ്തലൻ അതിനെക്കുറിച്ച് ഓർപ്പിക്കുന്നത്. പ്രിയരെ, മരണം നടന്നെങ്കിൽ അടക്കപ്പെടാതിരിക്കരുത്. തുടർന്ന് നടക്കേണ്ട ഏകീഭാവം ക്രിസ്തുവിൻ്റെ പുനരുത്ഥാനത്തോടുള്ളതാണ്. ഞാൻ ക്രിസ്തുവിനോടുകൂടി ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. റോമർ 6-5 വായിക്കുന്നു, അവൻ്റെ മരണത്തിൻ്റെ സാദൃശ്യത്തോട് നാം ഏകീഭവിച്ചവരായെങ്കിൽ പുനരുത്ഥാനത്തിൻ്റെ സാദൃശ്യത്തോടും ഏകീഭവിക്കും. തുടർന്നുള്ളതാണ് ഇപ്പോഴുള്ള ജീവിതത്തിലെ നമ്മുടെ വിജയം. ക്രിസ്തുവിൻ്റെ ഇപ്പോഴത്തെ വിജയകരമായ ജീവിതത്തോടുള്ള ഏകീഭാവമാണത്. റോമർ 6-6 വായിക്കുന്നു, നാമും ജീവന്റെ പുതുക്കത്തിൽ നടക്കേണ്ടതിന് തന്നെ. അവിടെ ഓർപ്പിക്കുന്ന മറ്റൊരു സത്യം, നാം ഇനി പാപത്തിന് അടിമപ്പെടാതെ വണ്ണം എന്നുള്ളതാണ്. വീണ്ടും 6-ാം അധ്യായം 8-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നു, നാം അവനോടുകൂടെ ജീവിക്കും. 6-10 വായിക്കുന്നു, അവൻ ജീവിക്കുന്നതോ ദൈവത്തിന് ജീവിക്കുന്നു. പ്രിയരെ, ഈ ഭാഗങ്ങളിൽ പറഞ്ഞിരിക്കുന്ന സകല കാര്യങ്ങളും ക്രിസ്തുവേശുവിൽ ഏകീഭവിക്കുന്ന ഒരു ദൈവ പൈതലിൻ്റെ ജീവിതാനുഭവങ്ങളാണ്. ഈ ഏകീഭാവത്തിൻ്റെ അനന്തര ഫലമാണ് ഒരു വിശ്വാസിയുടെ വിജയകരമായ ജീവിതം എന്നുള്ളത്. ആകയാൽ കൂടപ്പിറപ്പുകളെ, ക്രിസ്തുവേശു വിശ്വാസികളുടെ ഹൃദയങ്ങളിൽ ജീവിക്കുന്നത് ആ ഹൃദയങ്ങളിൽ കർത്താവും രാജാവുമായി തീരുക എന്ന ഏക ലക്ഷ്യത്തോടെയാണ്. മഹത്വത്തിൻ്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളിലിരിക്കുന്നു എന്ന് കൊലോസ്യർക്ക് എഴുതിയ ലേഖനത്തിൽ വായിക്കാൻ കഴിയും. നാം മരിച്ചിട്ട് ക്രിസ്തുവിനോടുകൂടെ ജീവിക്കുന്നു. നമ്മുടെ സമർപ്പിക്കപ്പെട്ട ജീവിതത്തിലൂടെ അന്ത്യം വരെ എനിക്ക് കർത്താവ് വിജയം നൽകി തരുന്നു. നീതീകരിക്കപ്പെട്ടവനായി വിശ്വാസത്താൽ ജീവിക്കുക എന്നത് പ്രിയരെ എത്ര മഹത്വകരമായ ഒരു ജീവിതാനുഭവമാണ്. കുടപ്പുറപ്പെ, താങ്കൾ അപ്രകാരം ഒരു ജീവിതാനുഭവം കൈവരിച്ചൊരു ദൈവപൈതലാണോ? അല്ല എങ്കിൽ ഇന്ന് പ്രഭാതത്തിൽ തന്നെ കേൾക്കപ്പെട്ട വചനം ധ്യാനിക്കുമ്പോൾ തന്നെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക, കർത്താവേ, എനിക്ക് ഇങ്ങനെ ഒരു ജീവിതാനുഭവം കൈവരിക്കുവാൻ കഴിയണം, അതിനെന്നെ സഹായിക്കണം. ഞാൻ അതിനങ്ങയുടെ പാതവിടെ എൻ്റെ മുട്ടുമടക്കുന്നു. എൻ്റെ ഹൃദയത്തെ ഏകാഗ്രമാക്കി എൻ്റെ ഹൃദയത്തിൽ കർത്താവ് വസിക്കുവാൻ ഞാൻ എൻ്റെ ഹൃദയം കർത്താവിന് വേണ്ടി തുറന്നു തരുന്നു. കർത്താവിനോട് ഏകീഭവിച്ചുകൊണ്ടുള്ള ജീവിതം, ക്രിസ്തുവിനോടൊപ്പമുള്ളൊരു ജീവിതം ഞാൻ ആഗ്രഹിക്കുന്നു കർത്താവേ എന്ന് സമർപ്പിച്ച് പ്രാർത്ഥിക്കാൻ കണ്ണുകളെ അടയ്ക്കാം, ഹൃദയങ്ങളെ ഏകാഗ്രമാക്കാം. പരിശുദ്ധനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല ദിവസം, ദൈവത്തിന് മാറ്റമില്ലാത്ത തിരുവചനം കേട്ട് ഒരു പകലത്തെ ജീവിതത്തിലേക്ക് പ്രവേശിക്കുവാൻ ഞങ്ങൾക്ക് നൽകി തന്നിരിക്കുന്ന വലിയ ഭാഗ്യപദവിക്കായി നന്ദിയോടെ സ്തോത്രം. അപ്പച്ച, ഇന്ന് പ്രഭാതത്തിൽ ഞങ്ങൾ കേൾക്കപ്പെട്ട സന്ദേശത്തിനായി സ്തോത്രം ചെയ്യുന്നു. ഏകീഭാവവും അതിൻ്റെ വെളിച്ചത്തിൽ ഉണ്ടാകുന്ന ജീവിത വിജയവും ഞങ്ങൾക്ക് അവകാശപ്പെട്ടതാണെന്ന് ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കുന്നതിനാൽ അത് ക്രിസ്തുവിൽ സാധ്യമാക്കിയെടുക്കാൻ വിശ്വാസത്താൽ പ്രാപിപ്പാൻ ഞങ്ങളെ സഹായിക്കും. അപ്രകാരം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന ഞങ്ങളുടെ മക്കളുടെ മേൽ കർത്താവ് ഇന്ന് പകലിൽ ചില മറുപടികൾ കൊടുക്കണം, ചില വിടുതലുകളെ കൊടുക്കണം. കർത്താവിൻ്റെ വ്യക്തമായ ഇടപെടൽ അവർക്ക് അനുഭവിച്ചറിയുവാൻ കർത്താവ് എല്ലാവരെയും സഹായിക്കണമേ.
ആരും നശിച്ചു പോകാൻ ഇടയാകരുത്. ആരും ജീവിതത്തിൽ പരാജയപ്പെട്ടു പോകാൻ അനുവദിക്കരുതേ കർത്താവേ. ഞങ്ങൾ അങ്ങയുടെ മക്കളാണ്. ഞങ്ങളെ കർത്താവ് വിളിച്ച് വേർതിരിച്ചതാണ്. ആകയാൽ ആ ബോധ്യത്തോടെ ജീവിച്ച് ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ ഞങ്ങളെ സഹായിക്കണം. മഹത്വം അങ്ങേക്ക്, സകലത ഞങ്ങൾക്ക് വേണ്ടി ജീവൻ തന്ന യേശു കർത്താവിൻ്റെ ധന്യമായ നാമത്തിൽ താഴ്മയോട് അപേക്ഷിക്കുന്നു. ദയതോന്നി കേൾക്കുമാറാകണമേ. ആമേൻ. പ്രിയ വചനങ്ങളാൽ പരിശുദ്ധനായ കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിൻ്റെ വരവ് അടുത്തിരിക്കുന്നതിനാൽ അവൻ്റെ വരവിന് വേണ്ടി നമുക്ക് ഒരുങ്ങി കാത്തിരിക്കാം. മാറാനാഥ. വിശ്വസിക്കുന്നു.